ആറ്റുകാലിലമ്മേ അമ്മേ ആറ്റുനോറ്റു വന്നു ഞങ്ങൾ നിൻ പദാരവിന്ദം തേടും ഭക്തഷഡ്പദങ്ങൾ. കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെയാണ് ആറ്റുകാൽ ക്ഷേത്രോത്സവം ആരംഭിക്കുന്നത്. ക്ഷേത്രത്തിലെ ദൈനംദിന പൂജകളെല്ലാം ഉത്സവകാലത്തും ക്രമമായി നടക്കും. അതുകൂടാതെ തന്നെ ഉത്സവകാലത്തെ പ്രത്യേക ചടങ്ങുകളും ഉണ്ടാകും. കൊടുങ്ങല്ലൂരിൽ നിന്നും അമ്മയെ ആദരവോടെ സ്വീകരിച്ച് കുടിയിരുത്തി പാട്ടുപാടി പ്രീതിപ്പെടുത്തുന്നതിനാൽ തോറ്റം പാട്ടിലെ കഥാഗതിക്ക് അനുസരിച്ചുള്ള ചില ചടങ്ങുകൾ കൂടി ഉത്സവകാലത്ത് ക്ഷേത്രത്തിൽ അരങ്ങേറുന്നു. 3-ാം നാളിലെ വിവാഹം ഉത്സവത്തിനുള്ളിലെ ഉത്സവമാണ്. പാണ്ഡ്യൻ പാലകനെ കഴിവേറ്റുന്ന ദിവസം ആദരസൂചകമായി നട തുറക്കുന്നത് വൈകും. തട്ടാരെയും പാണ്ഡ്യനെയും വകവരുത്തി മധുരയിൽ തീ പടർത്തി വരുന്ന കണ്ണകിയുടെ മനസ്സിൽ കോപാഗ്നിയായിരുന്നു. അത് ശമിപ്പിക്കാനാണ് വിവിധ ചടങ്ങുകളിലൂടെ ദേവിയെ പ്രീതയാക്കാൻ ശ്രമിക്കുന്നത്. പാർവതനന്ദിനി മാമയി പാർവണേന്ദു സമവദനേ അംബ പാഹി പാർവതനന്ദിനി. പൊങ്കാല നിവേദ്യം എന്നതുപോലെ ആറ്റുകാൽ ഉത്സവത്തിലെ ഒരു പ്രധാന ആഘോഷമാണ് വിളക്കുകെട്ട്. കമുകിന്റെ തടി ചീകി മിനുക്കിയതും തെങ്ങോല മടലും വാഴപ്പിണ്ടിയും പോളയും കുരുത്തോലയും എല്ലാം ഉപയോഗിച്ചാണ് വിളക്കുകെട്ടുകൾ ഉണ്ടാക്കുക. വിവിധ ആവശ്യങ്ങൾ സാധിക്കുന്നതിനായി ഭക്തർ വിളക്കുകെട്ട് നേർച്ചയായി നടത്താറുണ്ട്. നേർച്ചക്കാരുടെ വീട്ടിന് സമീപത്ത് നിന്ന് വിളക്കുകെട്ട് തലയിലേന്തി നഗ്നപാതരായി ചുവടുവെച്ച് ക്ഷേത്രത്തിലെത്തുകയും ക്ഷേത്രത്തിന് 3 പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നതോടെയാണ് വിളക്കുകെട്ട് നേർച്ച അവസാനിക്കുക. വിളക്കുകെട്ട് നേർച്ചയായി നടത്തുന്നവർ അത് തലയിലേറ്റാൻ ഒരാളെ കണ്ടെത്തേണ്ടതുണ്ട്. നേർച്ചക്കാരനും വിളക്കുകെട്ടെടുക്കുന്ന ആളും ഉത്സവകാലത്ത് വ്രതം അനുഷ്ഠിക്കേണ്ടതുണ്ട്. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാകും വിളക്കുകെട്ട് ക്ഷേത്രത്തിലെത്തുക. പൊങ്കാല തലേന്ന് വരെ മാത്രമാണ് വിളക്കുകെട്ടിന് അനുമതിയുള്ളത്. ആറ്റുകാൽ ഉത്സവകാലമായാൽ തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വിളക്കുകെട്ടുകൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുകയായി. നഗരത്തിന്റെ ഓരോ നാഡീ ഞരമ്പുകളിലും പുളകം വിതച്ചുകൊണ്ട് ആഘോഷത്തിന്റെയും ഭക്തിയുടെയും പ്രവാഹങ്ങൾ ഒഴുകിയെത്തുമ്പോൾ ഈ തിരുനട സകല ഭക്തരുടെയും ഹൃദയമായി തുടിക്കുന്നു. ആറ്റുകാലിലമ്മേ അമ്മേ ആറ്റുനോറ്റു വന്നു ഞങ്ങൾ നിൻ പദാരവിന്ദം തേടും ഭക്തഷഡ്പദങ്ങൾ.